ശ്രീ പല്ലിശ്ശേരിയിലേക്ക് പോട്ടെ. ശ്രീ പല്ലിശ്ശേരി, എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ സിനിമാ മേഖലയിലെ ന്യൂജൻ ലൊക്കേഷനുകളിലും സെറ്റുകളിലും സംഭവിക്കുന്നത്? താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ശ്രീ പല്ലിശ്ശേരി? ഇത് ന്യൂജൻ പ്രശ്നം മാത്രമല്ല, ഇതിൻ്റെ ലഹരിയുടെ ഉപയോഗം തുടങ്ങിയിട്ട് വർഷങ്ങളായി. അത് കാലാകാലങ്ങളിൽ അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ലഹരി വിറ്റ് കാശുണ്ടാക്കിയ സിനിമയിലെ ആൾക്കാരുണ്ട്, ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇത് ഭരണാധികാരികൾക്കറിയാം, സിനിമക്കാർക്കറിയാം, ഇത് വിൽക്കുന്നവനും വാങ്ങുന്നവനും ഉപയോഗിക്കുന്നതെല്ലാം അറിയാം. ഇതൊരു പുകമുഖം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങളിൽ. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം വിൻസി അലൂഷ്യസ് പറഞ്ഞൊരു പരാതി, ആ പരാതി എവിടെ പറഞ്ഞിരിക്കുന്നു? ഇത് പോലീസ് സ്റ്റേഷനിലെ പോലീസിലല്ല ആദ്യം പരാതി പറഞ്ഞിട്ടുണ്ട്. അവരുടെ സംഘടന ഫിലിം ചേംബറിൽ പറഞ്ഞിരിക്കുന്നു, അമ്മയിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുവരെ അവരൊരിക്കലും ഷൈൻ ടോം ചാക്കോയുടെ പേര് പറഞ്ഞിരുന്നില്ല. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഈ പേര് ഒരുപക്ഷെ അവരവസാനം അഭിനയിച്ച ചിത്രത്തിൽ ഈ രണ്ട് പേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങൾ കണക്ക് കൂട്ടി ഇവരായിരിക്കാം. ഇവർ ഷൈം ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ഇപ്പോൾ ചിന്തിക്കണം. ഈ അടുത്ത കാലത്ത് ഷൈമിനെ വെറുതെ വിട്ടിരിക്കുകയാണ് കേസ്. അത് ഹൈക്കോടതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരി, ഇത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ അജിത് വക്കീൽ പറഞ്ഞ പോലെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ ശിക്ഷിക്കുന്നതും വെറുതെ വിടുന്നു വരും. അപ്പോൾ വെറുതെ വിട്ട ഒരാളിൽപ്പെട്ടാണ് ഷൈൻ ഇപ്പോൾ എടുത്തുള്ളത്. അങ്ങനെയുള്ള ഷൈൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത്. ഈ കേസ് വന്നാൽ ഈ കേസ് വിൻസി കൊടുത്ത കേസാണെങ്കിൽ നിലനിൽക്കുകയില്ല എന്ന് 100% ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം എന്താ? ഇപ്പോൾ വിൻസി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പേര് പുറത്തു വിടാൻ പറഞ്ഞിട്ടില്ല, ഞാനൊരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇതിന് വേറെ ആരും ഇടപെടണ്ട, സിനിമയുടെ കാര്യം സിനിമ തന്നെ തീരുമാനിക്കും, പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിൻസി പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? വേറെ ആരും ഈ കേസിലേക്ക് വേണ്ട, പോലീസ് സ്റ്റേഷൻ വേണ്ട, എക്സൈസ് വേണ്ട, കോടതി വേണ്ട, ഒന്നും വേണ്ട എന്നുള്ളതാണ്. അതാ സിനിമാ കമ്പനി, സിനിമയുടെ സംഘടനക്കാർ എന്ത് തീരുമാനിക്കുമോ ആ തീരുമാനം അനുസരിച്ചുകൊണ്ട് വിൻസി അടക്കമുള്ള മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞതിന് ചുരുക്കം. പക്ഷേ ഇവിടെ നമുക്കെന്താ വേണ്ടത്? ഈ ഷൈൻ ടോം ചാക്കോ ഇത് കൈവശം വെച്ചിട്ടുണ്ടോ, അത് പിടിച്ചെടുത്തിട്ടുണ്ടോ, അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം, കണ്ടുപിടിക്കാൻ കഴിയണം. അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാലം വരെ നമുക്കൊരാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ഇത് സിനിമാ രംഗത്ത് ഈ ഒരാൾ മാത്രമല്ല, ആണും പെണ്ണുമല്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരസ്യമായിക്കൊണ്ട് എഴുതിയിട്ടുള്ളതാണിത്. ഇത് സിനിമാ രംഗത്ത് ആണും പെണ്ണും, അതിന് ന്യൂജനൊന്നുമില്ല. പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പലരും ഉപയോഗിക്കും വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇങ്ങനെ ദ്രുതഗതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മലയാളത്തിലെ ഒരു നർത്തകിയും പ്രമുഖ നടിയുമായി അവരെ ആലപ്പുഴ നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന അവസരത്തിൽ അവർ ശരിക്കും ലഹരി ഉപയോഗിച്ച് ബോധമില്ലാതെ ഒരു മുറിയിൽ, തനിച്ചൊരു മുറിയിൽ നമ്മൾ എങ്ങനെ സ്വതന്ത്രമായി കിടക്കുന്നുവോ അങ്ങനെ സ്വതന്ത്രമായി കിടന്നു, വാതിൽ അടയ്ക്കാതെ എന്നാലോചിക്കണം. ഇവിടെ അതിൻ്റെ റൂം ബോയ് വന്നോ, അത് കൊണ്ടുവന്നപ്പോൾ കണ്ട കാഴ്ച കണ്ണിന് സുഖകരമായ കാഴ്ചയായിരുന്നു. ആ കാഴ്ചയുടെ പേരിൽ അയാളതെല്ലാം ആസ്വദിച്ചു എന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസം ഇതവിടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ FIR ഞാൻ അന്ന് എടുത്തിട്ടുള്ളതായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ ആ കേസ് എവിടെ പോയെന്നറിയില്ല, അത് പരാതിക്കാരില്ല. ഇങ്ങനെ നിരന്തരമായിട്ട് ഇത് ഉപയോഗിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന നടികളുണ്ട്, സംവിധായകരുണ്ട്, നടന്മാരുണ്ട്, സിനിമയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് സത്യമാണത്. എന്തിനാണ് നമ്മളിപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിലെ 1-ാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മാന്യ വ്യക്തിയുടെ പേര് വളരെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് സെറ്റിൽ, പിന്നെ നായക നടന്മാരുടെ ഒക്കെ ഇതെല്ലാം സപ്ലൈ ചെയ്തിരുന്നു എന്ന് അന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ എനിക്ക് തെളിവില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ പുറകെ പോകാതിരുന്നത്. പിന്നെ നമ്മൾ ആലോചിക്കുക, ഇത് ആർക്കാ നിയന്ത്രിക്കാൻ പറ്റുക? 2 കാര്യങ്ങൾ. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടെങ്കിൽ ഈ പറഞ്ഞ ഹോട്ടൽ എനിക്കറിയാവുന്നതാണ്. ആ ഹോട്ടലിൽ നിന്ന് എങ്ങനെ വെറുതെ പോലീസ് അറിയാതെ, എക്സൈസ് അറിയാതെ രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു? അത് പരിശോധിക്കേണ്ടതല്ലേ? അപ്പോൾ ഭരിക്കുന്ന പാർട്ടികളിൽ സ്വാധീനമുണ്ടെങ്കിൽ അത് സിനിമാക്കാർക്ക് പ്രത്യേകിച്ചുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, സിനിമാ ലൊക്കേഷനിൽ അഭിനയിക്കാൻ നിൽക്കുന്നുള്ളിൽ വലിയ പോലീസ് ഓഫീസർമാരടക്കം അഭിനയിക്കാൻ ചെല്ലുന്നുണ്ട്. അവരൊക്കെ നിൽപ്പ് കാണുമ്പോൾ നമുക്ക് ദയനീയമായി വളരെ സങ്കടം തോന്നും. അതുമാതിരി ഓച്ചാനിച്ച് ഒരു ചെറിയ റോളിന് വേണ്ടി ഓച്ചാനിച്ച് നിൽക്കുന്ന എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
അവരൊക്കെ ആ തെറ്റ് ചെയ്യുക, ഈ സിനിമക്കാർ തെറ്റ് ചെയ്യുമ്പോൾ അവരപ്പോൾ എന്താ ചെയ്യുക? സഹായമല്ലേ ചെയ്തു കൊടുക്കുള്ളൂ. ഈ സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു തലത്തിലേക്കാണ് ഈ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നെ ഈ ഷൈമിൻ്റെ പുറകിൽ എല്ലാവരുടെയും പുറകെ സ്വാധീനമുണ്ട്. സിനിമ എന്ന് കേട്ടാൽ അന്ധമായി വിശ്വസിക്കുന്ന ഈ ഭരണകൂടത്തിൽ തന്നെ കുറേ പേരുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രത്യേകതയാണ്. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നതാണത്. ഇവിടെ നമ്മൾ കണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ അന്വേഷിക്കുന്ന കേസ് ആരാ? എക്സൈസാണ്, പോലീസാണ്. ഇത് ആരുടേതാണത്? ഇത് സ്റ്റേറ്റിൻ്റെയാണ്, ഭരിക്കുന്നവരുടെയാണത്. ഇത് മുകളിൽ നിന്ന് ഒരു ഉത്തരവാദം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് വിളിച്ച് പറഞ്ഞാൽ ഇല്ലാതായ്മയുള്ളൂ. അത് പാവം പോലീസുകാരെയും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ പല്ലിശ്ശേരി, ഇപ്പൊ താങ്കൾ നമുക്ക് എല്ലാ സംവിധാനങ്ങളെയും ഇങ്ങനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ പോലീസുകാർ അവരിവരെ പിടിക്കില്ല, എക്സൈസുകാർ ഇവരെ തൊടാൻ മടിക്കും, രാഷ്ട്രീയക്കാർ ഇവരുടെ സ്വാധീന വലയത്തിലാണ്. അതുകൊണ്ട് അനസ്യൂതം ഈ സെറ്റുകളിലും ലൊക്കേഷനുകളിലും ഒക്കെ ഈ കഞ്ചാവായാലും അത് സിന്തറ്റിക് ഡ്രഗ് ആയാലും ഇതൊക്കെ അനസ്യൂതം കൈമാറ്റം ചെയ്യപ്പെടുകയും ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുകയും അത് എല്ലാ കാലത്തും മറച്ചു വയ്ക്കപ്പെടുകയും ചെയ്യും എന്നും കരുതിയാൽ ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാൻ പോകുന്നില്ലല്ലോ. ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയുണ്ട്. ഒരു ലൊക്കേഷനിലെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ സിനിമയുടെ നിർമ്മാതാവിനാണ്. അദ്ദേഹത്തിന് പരാതിപ്പെടാം. ഇപ്പോൾ ഒരു നിർമ്മാതാവ് പറഞ്ഞിരിക്കുന്നു, ശ്രീനാഥ് ഭാസിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഈ കഞ്ചാവ് കൊടുക്കാത്തതിൻ്റെ പേരിൽ, ലഹരി കൊടുക്കാത്തതിൻ്റെ പേരിൽ അയാൾ 58 ദിവസം ഷൂട്ടിങ്ങിന് വന്നിട്ടില്ല, ലൊക്കേഷനിൽ വന്നിട്ടില്ല എന്നാണ് മറ്റൊരാൾ പറയുന്നു. ഇപ്പോൾ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള പറയുന്നു, ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ വെച്ച് സിനിമ ചെയ്യില്ല, അവർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ സംഘടനയ്ക്കകത്ത് നിന്ന്, സംവിധാനത്തിനകത്ത് നിന്ന് ഇതുപോലെ ഉറച്ച തീരുമാനങ്ങൾ എടുത്താൽ നിയന്ത്രിക്കാവുന്നതല്ലേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ. ഇന്നിപ്പോൾ MP രാജേഷ് പറഞ്ഞിരിക്കുന്നു, സിനിമ ലൊക്കേഷൻ എന്നത് ഒരു പവിത്ര സ്ഥലമാണെന്നൊന്നും കരുതി എക്സൈസ് റെയ്ഡിൽ നിന്നോ പരിശോധനകളിൽ നിന്നോ മാറി നിൽക്കില്ല എന്ന്. ഇതൊക്കെ വിശ്വാസത്തിലെടുക്കുകയും ഇതിൽ നടപടി ഉണ്ടാകുമെന്ന് കരുതുമ്പോഴുമല്ലേ നിയമ സംവിധാനം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും? നമുക്കിതൊന്നും നടക്കില്ല എന്ന് കരുതാൻ പറ്റുമോ? ഇത് ഈ പറഞ്ഞത് കേൾക്കാൻ രസമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇന്ന് മലയാള സിനിമയിൽ ഏത് പ്രൊഡ്യൂസർക്കും ഏത് സംവിധാനമാണ് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുക? നമ്മൾ ആലോചിക്കേണ്ടത് ഒരു വർഷത്തിൽ റിലീസ് ചെയ്യുന്ന സിനിമകളുടെ എണ്ണം എത്രയാണ്? അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണെന്ന് ആലോചിക്കുക. മെയിനായിട്ട് ഇപ്പോൾ വലിയ സൂപ്പർ സ്റ്റാറുകൾ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, പൃഥ്വിരാജ്, അങ്ങനെ വലിയ കുഞ്ചാക്ക ബോബൻ, ഫഹദ് ഫാസിൽ അടക്കമുള്ളവരെടുക്കുക. അവരൊക്കെ പ്രൊഡ്യൂസേഴ്സ് കൂടിയാണെന്ന് ആലോചിക്കണം. അവർക്ക് എതിരെ ഒരു വിരൽ മടക്കണ്ട ചൂണ്ടാൻ പോലും പറ്റുമോ? അവർ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നടന്നാൽ പോലും അത് നമുക്ക് അറിയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതെന്തറിയാം, ഒന്നാമത് ഇവിടെ ഒരു കാരവൻ സംസ്കാരം ഉടലെടുത്തിട്ടുണ്ട്. അത് ആദ്യം നിർത്തണം. പിന്നെ നമ്മളൊക്കെ രാത്രി സാധാരണ ജീവിതത്തിൽ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ മദ്യപിച്ച് ഡ്രൈവ് ചെയ്യുന്ന പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടല്ലേ എന്ന പോലെ അത് രാവിലെ അത് പരിശോധിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാർ സെറ്റിലുണ്ടായിരിക്കണം. അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ലോ. പിന്നെ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ലഹരി ഉപയോഗിച്ച ആൾക്കാർ നിരന്തരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അത് ആദ്യമായിട്ട് വരുന്നവരില്ല. അപ്പം ഇത് മുൻകൂട്ടി അറിയാം. അപ്പം പിന്നെ എന്തുകൊണ്ടാണ് അവരെ കാസ്റ്റ് ചെയ്യുന്നത്? അത് ആലോചിക്കേണ്ടതല്ലേ? മാത്രമല്ല, ഈ പറഞ്ഞ ആൾക്കാരൊന്നും മലയാള സിനിമയിൽ മസ്റ്റല്ല. ആ മസ്റ്റല്ലാത്ത ചില ആൾക്കാരുടെ പേരുകൾ മാത്രമാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗുരുതരമായൊരു കാര്യം നടക്കുന്നുണ്ട്. ഞാൻ സംസ്ഥാന ഗവൺമെൻറ് കുറ്റം പറഞ്ഞതല്ല, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നീതി നിഷേധിക്കപ്പെടുന്ന ഒരു വർഗം ഇവിടെയുണ്ട്. ആ വർഗത്തിന് അവരുടെ പേരിൽ മാത്രമേ കുറ്റങ്ങൾ ചാർത്താവുള്ളൂ. ഉന്നതങ്ങളിലുള്ളവർ എപ്പോഴും രക്ഷപ്പെടുന്നുണ്ട്. സത്യമാണ്. ഇപ്പോൾ എക്സൈസ് മന്ത്രി പറഞ്ഞു കർശനമായി നിയന്ത്രിക്കും. എങ്ങനെ കർശനമായി നിയന്ത്രിക്കും? തൊടാൻ പറ്റുമോ? ഇപ്പോൾ എക്സൈസ് മന്ത്രി ഉത്തരവിട്ടാലും ആ ഉത്തരവിനെ പുല്ലുപോലെ അവഗണിക്കാൻ പറ്റിയ ശക്തികൾ ഇവിടെയുണ്ട്. ഞാനത് വെല്ലുവിളിക്കുകയാണത്. എനിക്ക് എക്സൈസ് മന്ത്രിയോട് നല്ല ചെറുപ്പക്കാരൻ തന്നെയാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവരൊന്നും ഉത്തരവിട്ടാൽ ഒരു ചുക്കും നടക്കില്ല ഇവിടെ. അതേ സ്ഥാനത്ത് മുഖ്യമന്ത്രി സജീവമായിട്ട് ഇറങ്ങട്ടെ. മുഖ്യമന്ത്രി ആത്മാർത്ഥമായി സജീവമായിട്ട് ഇറങ്ങിയാൽ ഒരു പരിധി വരെ ഇത് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ പറയുമോ? കാരണം ഇതൊരു വമ്പന്മാരാണ്. ഇതൊരു ഒരു 1-2 ആഴ്ചകൾ ഒന്നുമില്ല. ഇതിൻ്റെ റൂട്ട് എവിടെയാണ്? ഇത് എവിടെ നിന്ന് വരുന്നു? ഇത് ആര് കൊണ്ടുവരുന്നു? അവരിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ഇതൊരു വലിയ സംഘം, ഇതുകൊണ്ട് കോടാനുകോടികൾ സമ്പാദിക്കുന്നവരുണ്ട്. അവരെ തൊടാനോ അന്വേഷിക്കാനോ ആർക്കും പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ തൽക്കാലം കുറച്ച് ദിവസം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് ചർച്ച ചെയ്യും, കുറെ അന്വേഷണം നടക്കും. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ബൈജു കൊട്ടാരക്കര, എത്രത്തോളം ആത്മാർത്ഥമായി ഇടപെടൽ ഉണ്ടാകും